ടു വക്കേൽസ് വ്ളോഗ്സ്. നമ്മളിപ്പോൾ ഊട്ടിയിലേക്കുള്ള യാത്രയിലാണ്. ഇപ്പോൾ ഞങ്ങൾ നിലമ്പൂർ എത്തിക്കഴിഞ്ഞു. നിലമ്പൂരിലേക്കുള്ള റോഡ് സൈഡിലിരുന്ന് ഓണമാണിന്ന്. അപ്പോൾ ഓണസദ്യ കഴിക്കുന്നതിന് വേണ്ടി KTDC നിലമ്പൂർ KTDCയുടെ മുൻഭാഗത്താണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഓൺ ദ വേ ടു ഊട്ടി. അപ്പോൾ നമുക്ക് ഊട്ടിയിൽ വെച്ച് കാണാം. ഊട്ടിയിലേക്ക് പോകുമ്പോൾ പാതി വഴിയിലുള്ള ചുരത്തിന് മുകളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. താഴെ ഗൂഡല്ലൂർ ടൗൺ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഊട്ടിയിലേക്ക് വരുന്ന വഴി കാണുന്ന ഒരു ഡാം സൈറ്റാണിത്. നല്ല മനോഹരമായ ഒരു ഡാമാണ്. 3 ഭാഗങ്ങളിലൂടെ വെള്ളം ധാരാളമായിട്ട് താഴേക്ക് ഒഴുകി നല്ല മനോഹരമായ സുന്ദരമായ ഒരു പ്രകൃതിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കണ്ടില്ല കാഴ്ചകൾ കണ്ടോ? വരുമ്പോൾ നമ്മൾ വാഹനങ്ങൾ നിർത്തി ഇവിടെ ഈ ഡാം കാണേണ്ടത് തന്നെയാണ്. കാരണം കണ്ടോ, നമുക്ക് മൃഗങ്ങളെല്ലാം കാണാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുരങ്ങുണ്ട്, അതുപോലെ പന്നി, ഇത്തരം മൃഗങ്ങളെല്ലാം നമുക്ക് ഇവിടെ വെച്ച് കാണാൻ സാധിക്കും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ്. നല്ല തണുപ്പുള്ള സമയമാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. തമിഴ്നാട് ഗവൺമെന്റിന്റെ മിനി ഹൈഡൽ പവർ സ്റ്റേഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ പവർ സ്റ്റേഷനിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ നമ്മളുടെ ചൂട് കമ്പം നല്ല മുളക് മസാല എല്ലാം തേച്ച് വളരെ അടിപൊളിയാക്കിയിട്ട് നമ്മുടെ ചേട്ടൻ തന്നിരിക്കുകയാണ്. ചേട്ടന്റെ പേരെന്താ? ആന്റണി. അദ്ദേഹം കോഴിക്കോട് ജോലി ചെയ്തിട്ടുണ്ട് മുമ്പ്. ആ കഥകളാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത്. മാവൂരിൽ ജോലി ചെയ്ത ആളാണ്, ടെലിഫോൺ എക്സ്ചേഞ്ചിൽ. അപ്പൊ അദ്ദേഹത്തിന്റെ നല്ല അടിപൊളി ചോളം നല്ല അടിപൊളിയായ സ്ഥലം. ഊട്ടിയിലെത്തുന്നതിന്റെ ജസ്റ്റ് മുമ്പായിട്ട് നമുക്ക് കണ്ടോ, ഇവിടെ വരുന്ന ആളുകൾ, ഒരുപാട് ആളുകൾ വരാറുണ്ട്. എല്ലാ ആളുകളും ഇതുപോലെ ഈ കുന്നിൻ മുകളിൽ കാണാൻ വേണ്ടി വരും. പല ഷൂട്ടിങ്ങുകൾ ഇവിടെ വെച്ച് നടന്നിട്ടുണ്ട്. തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ, ഇങ്ങനെ ഒരുപാട് പടങ്ങൾ ഷൂട്ടിംഗ് ലൊക്കേഷനായി മാറിയ
വളരെ സുപ്രധാനമായ ഒരു സ്ഥലമാണ് നമ്മൾ ഈ കാണുന്ന ലൊക്കേഷൻ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു മനോഹാരിത ഊട്ടിയിൽ വന്നാൽ എന്തായാലും ഈ സൈറ്റിലൊന്ന് സന്ദർശിക്കണം. ഇപ്പോൾ ടിക്കറ്റ് വെച്ചിട്ടാണ് ഇങ്ങോട്ട് കയറ്റുന്നത്. ഇന്നിപ്പോൾ ആളുകൾ കുറവാണ്. ക്ലൈമറ്റിൽ കുറച്ച് മഴ കാരണം ചേഞ്ചസ് ഉണ്ടായത് കൊണ്ടായിരിക്കാം ആളുകൾ ഇന്ന് വളരെ കുറവാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ഫ്രീ ആയിട്ട് കയറാൻ പറ്റി, ആളുകളില്ല. അപ്പോൾ ഈ സ്ഥലം എന്തായാലും ഊട്ടിയിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ മറക്കരുത്. അപ്പോൾ ഗൈസ്, നീണ്ട ഒരു യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഊട്ടിയിൽ എത്തിയിരിക്കുകയാണ്. ഇത് ഞങ്ങൾ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്തിരുന്ന കോട്ടേജാണ്. ഈ കോട്ടേജിൽ ഇന്ന് രാത്രി സ്റ്റേ. ബാക്കി ഊട്ടി കാഴ്ചകൾ നാളെ. ഗുഡ് നൈറ്റ്. ഹായ്, ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഇന്നലെ താമസിച്ച വീടാണ്, കോട്ടേജാണ് കാണുന്നത്. ഏകദേശം ഒരു 7,000 റുപ്പീസ് ഒരു നൈറ്റ് താമസിക്കുന്നതിന് വേണ്ടിയിട്ട് ചിലവ് വരും. ഇത്തരത്തിലുള്ള ധാരാളം കോട്ടേജുകൾ ഈ ഭാഗത്തുണ്ട്. നല്ല സ്വസ്ഥമായിട്ട് ഫാമിലിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് താമസിക്കാൻ ഊട്ടിയിൽ ഉള്ള സ്ഥലമാണ്. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഊട്ടിയിൽ ഏറ്റവും കൂടുതൽ തണുപ്പുള്ള സ്ഥലമായ ദൊഡ്ഡംപേട്ട എന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെയാണ് സൂയിസൈഡ് പോയിന്റ്. നല്ല തണുപ്പ്, നല്ല കാറ്റ്, അടിപൊളി സ്ഥലമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് സിറ്റിയിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ നമ്മൾ മുകളിലേക്ക് വരാം. വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലത്ത് ദൊഡ്ഡംപേട്ട എൻ്റെ കൂടെ വന്നിട്ടുള്ള എൻ്റെ വളരെ വേണ്ടപ്പെട്ട ആളായ ട്രിവാൻഡ്രം DYSP ജലീൽ തോട്ടത്തിൽ സാറ് നമ്മളോട് കൂടെയുണ്ട്. അദ്ദേഹത്തിനോട് ദൊഡ്ഡംപേട്ടയുടെ അഭിപ്രായം എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ആരായാം. യു ഫീൽ ദൊഡ്ഡംപേട്ട? ഇവിടെ കാശ്മീരിൽ ഡിസംബർ മാസത്തിൽ പോയാൽ അവിടെ ഉണ്ടാവുന്ന ഒരു ഫീൽ, അതെ അല്ലേ? അത് തികച്ചും, കാരണം കോട മഞ്ഞിന്റെ ഇടയിലൂടെയുള്ള ഒരു നടത്തവും ചെറിയ ചെറിയ ചാറ്റൽ, നൂൽമഴ, അത് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന കുളിർമ, നമ്മുടെ മനസ്സിലുള്ള എല്ലാ ടെൻഷനുകളും ഓടി ഒളിക്കാനും
മൊത്തത്തിലൊരു കുളിർമയും ഒരു ആവേശവും ഒരു എനർജിയും ഒക്കെ ലഭ്യമാവുന്ന ഒരു ക്ലൈമാറ്റിക് കണ്ടീഷനാണ് ഇവിടെ ഉള്ളത്. ഇതിവിടെ വരാത്തവർക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു നഷ്ടമായിരിക്കും. നമ്മൾ ഊട്ടിയിൽ വന്നാൽ ലോഡാപ്പേട്ട വിസിറ്റ് ചെയ്തിരിക്കണം, സൂയിസൈഡ് പോയിന്റ് വിസിറ്റ് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ ആ യാത്ര പൂർണ്ണമാവൂ എന്ന് പല പ്രാവശ്യം ഊട്ടിയിൽ വന്നിട്ടുണ്ടെങ്കിലും ലോഡാപ്പേട്ട ഫീൽ ചെയ്ത് ഇപ്പോഴാണ്. എന്തായാലും ഈ അവസരത്തിൽ ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി തന്ന ശ്രീ ബാബുസിന് എല്ലാവിധ ഭാവങ്ങളും. താങ്ക് യു. ഇപ്പോൾ ദൊഡ്ഡംപേട്ടയിൽ എത്തിയപ്പോൾ നമ്മുടെ സുപ്രസിദ്ധ എഴുത്തുകാരിയും അതുപോലെ നോവലിസ്റ്റുമായ ലസിനം ജലീൽ നമ്മൾ കാണുകയുണ്ടായി. അവരുടെ അനുഭവം എന്താണെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. റൈറ്റ്. അപ്പോൾ എന്താണ് അനുഭവം? ദൊഡ്ഡംപേട്ടയിലെ അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നോ? ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാണ്. യെസ്. ഓരോ പ്രാവശ്യം യാത്ര ചെയ്യുമ്പോഴും ഓരോ വ്യത്യസ്തമായ രീതിയിലുള്ള അനുഭവങ്ങളാണ് നമുക്ക് ഓരോ സമയത്തും നമുക്ക് ലഭിക്കുക. എല്ലാവരും യാത്രകൾ പോകണം. ജീവിതം എന്ന് പറയുന്നത് ഒരു 4 മുറിക്കുള്ളിൽ അടച്ചിടാനുള്ളതോ അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് കാര്യങ്ങളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കേണ്ടതോ അല്ല. തീർച്ചയായിട്ടും യാത്രകൾ വേണം, അനുഭവങ്ങൾ വേണം. ഇവിടെ കണ്ടില്ലേ, ഈ മഞ്ഞും കുളിരും ഒക്കെ നമ്മൾ വേറൊരു മൂഡിലേക്ക് കൊണ്ടുപോകും. സ്വയം വിലയിരുത്താനും ബാക്കിയുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും ലോകം എന്താണെന്ന് കാണാനും ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യുന്നു എന്ന് കാണാനും നമ്മൾക്ക് ഇതൊരു അവസരമാക്കി എടുത്തുകൊണ്ട് പ്രശസ്ത ബ്ലോഗർ ബാബുവിന് വേണ്ടി ഞാൻ സുഹൃത്തുക്കളെ, ഊട്ടിയിലെ 2 ദിവസത്തെ സുഖകരമായ താമസവും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഊട്ടിയോട് വിട പറയുകയാണ്. ഊട്ടിയിൽ നിന്നും പോകാൻ തോന്നുന്നില്ല സത്യത്തിൽ. കാരണം അത്രയും നല്ല 2 ദിവസങ്ങളായിരുന്നു. അപ്പോൾ ഇനി അടുത്ത കാഴ്ചകളിൽ വീണ്ടും നമുക്ക് കാണാം. ഗുഡ് ബൈ.